തെരുവ് നായ്ക്കൾ റോഡിൽ കടിപിടി കൂടുന്നത് കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ കഷ്ടമാണല്ലോ ഈ കോൺഗ്രസുകാരുടെ കാര്യം. കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്, സമ്മതിക്കുന്നു. എന്നും പറഞ്ഞ് കണ്ണിൽ കണ്ടതെല്ലാം ഞങ്ങളുടെയാണെന്ന് പറയുന്നത് അത്ര ശരിയല്ല കേട്ടോ. കേരളത്തെ എല്ലാ രംഗത്തും കുട്ടിച്ചോറാക്കിയ UDFന് വിഴിഞ്ഞത്തെ കപ്പൽ കണ്ടപ്പോൾ എന്തോ ഒരു പൂതി. അതിന്റെ പേരിൽ ഇത്തിരി വീമ്പ് മടിക്കാം. കപ്പൽ കണ്ട ആയിരക്കണക്കിന് സഖാക്കൾക്കൊപ്പം പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും രോമാഞ്ചം കൊള്ളുന്നത് കോൺഗ്രസുകാർക്ക് അത്ര പിടിച്ചില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചാടുന്നത്? വിഴിഞ്ഞത്ത് കപ്പൽ അടുത്താൽ അതിന്റെ നേട്ടം കോടീശ്വരൻ അദാനിക്കും മാത്രമല്ല, ഓരോരുത്തർക്കുമുണ്ട്. അത് മനസ്സിലാക്കൂ കൊങ്ങികളെ. പരലോകത്ത് ഇരിക്കുന്ന ഉമ്മൻചാണ്ടിയെ വെറുതെ ഇതിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന കല്ലോ മണ്ണോ എന്തൊക്കെയോ അതിന്റെ തലയിലും വെച്ചു കൊടുത്തു. ഉമ്മൻചാണ്ടി കല്ലിട്ടതൊക്കെ ശരി എന്നും പറഞ്ഞ് നിങ്ങൾ വന്നാൽ തുറമുഖത്തെ എന്താണ് പ്രയോജനം? ചുമടെടുക്കാൻ കുറച്ച് കോൺഗ്രസ് യൂത്തന്മാരെ കിട്ടുമായിരിക്കും, ഒപ്പം അവിടെ ഒരു കൊടിയും. ഇത്രയല്ലേ ഉണ്ടാവൂ. തുറമുഖത്ത് വന്ന് തെമ്മാടിത്തരം കാണിക്കാനൊന്നും കോൺഗ്രസ് യൂത്തന്മാരെ അദാനി അനുവദിക്കില്ലെന്നും അടിച്ച് പുറത്താക്കുമെന്നും പാർട്ടിയിലെ ഉന്നതർക്ക് അറിയില്ല. അതാണ് കുഴപ്പം. മുൻപായിരുന്നെങ്കിൽ കൂലിത്തർക്കത്തിന്റെ പേരിൽ വിഴിഞ്ഞത്ത് കപ്പലിന് നേരെ കല്ലേറും മുദ്രാവാക്യം വിളിയുമൊക്കെ ഉണ്ടായേനെ. ഇപ്പോൾ എന്തായാലും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പലതും അടിച്ചു തകർത്ത പാരമ്പര്യമുള്ള UDF പറയുകയാണ് വിഴിഞ്ഞം ഞങ്ങളുടെ മഹത്തായ നേട്ടമാണ് പോലും. നോക്കിയിരുന്നോ, ഇപ്പൊ തരും. കോൺഗ്രസ് ഗുണ്ടകളെ ഭയന്ന് കേരളത്തിലേക്ക് ഒരു വ്യവസായി പോലും ഇക്കാലത്ത് വരാറില്ല. കേരളത്തിൽ പണം മുടക്കാൻ ഒരു വ്യവസായി പോലും തയ്യാറുമല്ല. മുതൽ മുടക്കിയാൽ തന്നെ രക്ഷപ്പെടുകയുമില്ല. കേരളത്തിൽ പ്രസ്ഥാനം തുടങ്ങിയാൽ കൊങ്ങികൾ അവിടം കുട്ടിച്ചോറാക്കുമെന്നതിന് ഇത്രയും ഉദാഹരണങ്ങൾ ബാക്കിയുണ്ട്. കിറ്റക്സ് സാബുവും ഈസ്റ്റേൺ കറി പൗഡർ മാരാനും വീഗാർഡുമൊക്കെ കേരളം വിടാൻ കാരണം ഇവിടുത്തെ നേതാക്കളെ സഹായിക്കാൻ പറ്റാതെയും പിരിവ് കൊടുത്തു മടുത്തതുകൊണ്ടുമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേരളത്തിൽ 25,000 തൊഴിലാളികൾക്ക് പണവും ഭക്ഷണവും കൊടുത്ത കായൽ രാജാവ് മുരിക്കൽ ഔസേപ്പിനെ കെട്ടുകെട്ടിച്ചത് ആരാണ്? കായൽ രാജാവിന്റെ റാണി ചിത്തിര മാർത്താണ്ഡം കായൽപ്പാടങ്ങൾ മിച്ചഭൂമിയുടെ പേരിൽ വെട്ടിപ്പിടിച്ച് വീതിച്ചു കൊടുത്തു. പക്ഷേ കുറ്റം ചാർത്തപ്പെട്ടത് കമ്മ്യൂണിസത്തിന്. ആ കായൽ ശേഖരം പിൽക്കാലത്ത് കാടുകയറി ആർക്കും വേണ്ടാതെ നശിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ സ്വന്തം പണം മുടക്കി പാവപ്പെട്ടവൻ ഒരു മാടക്കട തുടങ്ങിയാൽ അത് ചുട്ടുകരിക്കുന്നു. തടി വലിക്കുന്നത് ആനയാണെങ്കിൽ വൈകുന്നേരം നോക്കുകൂലി വാങ്ങുന്നത് കൊങ്ങികൾ. UDFന്റെ ഈ ഒരു ധിക്കാരം കേരളം എക്കാലത്തും എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ കെട്ടിപ്പൊക്കിയത് സഖാക്കളും കമ്മ്യൂണിസ്റ്റുകളുമാണ്. വിഴിഞ്ഞത്ത് കപ്പൽ വന്നാൽ കുത്തക മുതലാളിമാരുടെയും വൻ വ്യവസായികളുടെയും വ്യവസായ ഉൽപ്പന്നങ്ങളാണ് കപ്പൽ കടന്നു വരുന്നതെന്നാണ് ഇവരുടെ തെറ്റിദ്ധാരണ. അതല്ല, റേഷനരിയും ഗോതമ്പും പിണ്ണാക്കും ഒക്കെ കേരളത്തിലെത്തും. വിവിധ രാജ്യങ്ങളിൽ നിന്ന് റബ്ബറും കുരുമുളകും തേയിലയും കാപ്പിയുമൊക്കെ കപ്പലിൽ വരുമ്പോൾ ഇവിടുത്തെ ഉൽപ്പന്നങ്ങളുടെ വില ഓരോ ദിവസവും ഇടിഞ്ഞു വീഴുമെന്നാണ് കൊങ്ങികളുടെ വാദം. അതൊന്നും പിണറായിയെയും പാർട്ടി സഖാക്കളെയും രോമത്തിൽ പോലും തൊടാൻ പറ്റുന്ന തർക്കവുമല്ല. കപ്പലും വിമാനത്താവളവും ഒക്കെ ഇനിയും വരും. ഇന്നലകളിൽ കേരളത്തിന്റെ വികസനം മുടിച്ച് തേച്ചു കഴുകിയതിൽ UDFന്റെ നേതൃത്വത്തിലുള്ള പങ്ക് ഒരിക്കലും ആരും മറക്കാനും പോകുന്നില്ല. ചെറിയൊരു പ്രസ്ഥാനം തുടങ്ങിയാൽ പോലും അവിടെ സമരവും ഗുണ്ടായുസവുമായി ഓടിയെത്തുന്ന കൊങ്ങികളുടെ കൊടുംചെയ്തികൾ ആർക്കും മറക്കാനുമാവില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.